ഹലോ. അപ്പം ഇന്നത്തെ നമ്മളുടെ PSC ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് ആണ്. അപ്പോൾ ഇന്ത്യൻ സ്പേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് മുന്നേറാം, ഒന്നിച്ച് ജോലി വാങ്ങാം. ഓക്കെ, അതായിരിക്കണം നമ്മളുടെ മോട്ടോ, അതായിരിക്കണം നമ്മളുടെ മനസ്സിലെ പ്രതിജ്ഞ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പേസ് ആണ്. ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് കുറച്ച് ഓപ്ഷനും വായിക്കും, എന്നിട്ട് നമുക്ക് മെയിൻ ടോപ്പിക്കോ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ അല്ല, ഒന്നാമത്തെ പോയിന്റ് എന്താണപ്പം? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. മൂന്നാമത്തെ പോയിന്റ്, തിരുവനന്തപുരത്ത് തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചു. നാലാമത്തത്, ISROയുടെ ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ, തിരുവനന്തപുരത്ത് തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചു, ISROയുടെ ആദ്യത്തെ ചെയർമാൻ. അത്രയുമാണ് പോയിന്റ്. അപ്പം നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയായിരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. വിക്രം സാരാഭായിയെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അത് ശരിയായിട്ടുള്ള പോയിന്റാണ്. പിന്നെ രണ്ടാമത്തെ ശരിയായിട്ടുള്ള പോയിന്റ്, തിരുവനന്തപുരത്ത് തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചു. മൂന്നാമത്തത്, ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. ISROയുടെ ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം ഫസ്റ്റ് ടോപ്പിക്കാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം, ഈ ഇന്ത്യൻ സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാ എക്സാമിനും നിർബന്ധമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ സ്പേസ്. അപ്പോൾ അതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണം ആരംഭിക്കുന്ന സമയത്ത് ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ പ്രത്യേക സ്ഥാപനങ്ങളോ സംഘടനകളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണം ആരംഭിക്കുന്ന സമയത്ത് ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ പ്രത്യേക സ്ഥാപനങ്ങളോ സംഘടനകളോ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ആദ്യകാല ബഹിരാകാശ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യൻ ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യകാല ബഹിരാകാശ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യൻ ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. അപ്പം ഇതിന് പ്രത്യേക സ്ഥാപനങ്ങളോ സംഘടനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം ആദ്യകാല ബഹിരാകാശ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എവിടെയാണ്? ഇന്ത്യൻ ആണവോർജ വകുപ്പിൻ്റെ കീഴിൽ. പിന്നെ ഇന്ത്യയിൽ ആണവോർജ വകുപ്പ് രൂപീകൃതമായത് എന്നാ നോക്കാം. എന്നാണ്? 1954 ഇന്ത്യയിൽ ആണവോർജ വകുപ്പ് രൂപീകൃതമായത്. എന്നാണ്? 1954 എന്ത് രൂപീകൃതമായത്? ആണവോർജ വകുപ്പ് രൂപീകൃതമായത്. പിന്നെ അടുത്ത നോക്കാം. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത്. ഇന്ത്യയിൽ അതായത് ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത് 1948 ആണവോർജ വകുപ്പ് 1954 ആണവോർജ കമ്മീഷൻ, ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത് 1948 ആണവോർജ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ഹോമി ജഹാംഗീർ ബാബെ. ആരാണ്? ആണവോർജ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഹോമി ജഹാംഗീർ ബാബെ, അല്ലെങ്കിൽ ഹോമി ജെ ബാബെ എന്ന് പറയും, അല്ലെങ്കിൽ HJ ബാബെ എന്നും പറയും. ആരാണ്? ഹോമി ജെ ബാബെ, ആണവോർജ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. പിന്നെ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ANS റുദർഫോർഡ് ആണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ANS റുദർഫോർഡ് ആണ്. ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് ഹോമി ജെ ബാബെയാണ്. ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് ആരാണ്? ഹോമി ജെ ബാബെയാണ്.
ആണവോർജ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ. അപ്പോൾ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനെ നമ്മൾ കണ്ട്, ആരാണ്? ഹോമി ജെ ഭാഭെ. രണ്ടാമത്തെ അധ്യക്ഷൻ ആരായിരിക്കും? വിക്രം സാരാഭായ്. ആരാണ്? വിക്രം സാരാഭായ്. പിന്നെ ഹോമി ജെ ഭാഭയും വിക്രം സാരാഭായും ആരുടെ ശിഷ്യന്മാരാണ്? സി വി രാമന്റെ. ഹോമി ജെ ഭാഭയും ഈ വിക്രം സാരാഭായും ആരുടെ ശിഷ്യന്മാരാണ്? സി വി രാമന്റെ ശിഷ്യന്മാരാണ്. സി വി രാമൻ എന്താണ് സി വി രാമന്റെ പ്രത്യേകതകൾ? ഭൗതിക ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. എന്തിനാണ്? ഭൗതിക ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ. എന്നാണ്? 1930. 1930 എന്തിനു വേണ്ടിയാണ്? രാമൻ എഫക്റ്റ്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 10ലൊക്കെ പഠിച്ചതാണ്. രാമൻ എഫക്റ്റിന് വേണ്ടി. എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ് രാമൻ എഫക്റ്റ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? തന്മാത്രയുടെ ഊർജം, അതായത് മോളിക്കുലാർ എനർജി, തന്മാത്രയുടെ ഊർജവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് സി വി രാമന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത്. രാമൻ എഫക്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം. രാമൻ എഫക്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 1928 ഫെബ്രുവരി 28. രാമൻ എഫക്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 1928 ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ഏത് ദിനമായിട്ടാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ടാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. ഫെബ്രുവരി 28 എന്താണ്? ദേശീയ ശാസ്ത്ര ദിനം. സി വി രാമന്റെ ജന്മസ്ഥലം എവിടാണ്? തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ്. സി വി രാമൻ ജനിച്ചത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ്. രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. നമ്മൾ ആരൊക്കെ പേര് പഠിച്ച്? ഹോമി ജെ ഭാഭെ പഠിച്ച്, വിക്രം സാരാഭായ് പഠിച്ച്, സി വി രാമൻ പഠിച്ച്. പിന്നെ സി വി രാമൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സി വി രാമന് ലഭിച്ചതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചത്. എന്താണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചത് എന്നാണ്? 1945. എന്താണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ചത് 1945. ആരാണ് സ്ഥാപിച്ചത്? ഹോമി ജെ ഭാഭെ. എവിടെയാണ് സ്ഥാപിച്ചത്? മുംബൈയിൽ. അപ്പം 1945 ഹോമി ജെ ഭാഭെ എവിടെയാണ് സ്ഥാപിച്ചത്? മുംബൈയിൽ. എന്ത് സ്ഥാപിച്ചത്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. അപ്പോൾ ഹോമി ജെ ഭാഭെ എന്നാണ് മരണപ്പെട്ടത്? നോക്കാം. 1966 എന്നാണ്? 1966. എവിടെ വെച്ചാണ്? സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് പർവ്വതനിരയിലെ വിമാനാപകടത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭെ കൊല്ലപ്പെട്ടത്. അപ്പം 1966. പിന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അടുത്തെന്താണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത് 1947 വിക്രം സാരാഭായ് ആണ്. 1947 വിക്രം സാരാഭായ് ആണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത് വിക്രം സാരാഭായ്. എന്നാണ്? 1947. എവിടെയാണ്? അഹമ്മദാബാദിൽ. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി 1947 വിക്രം സാരാഭായ് അഹമ്മദാബാദിൽ സ്ഥാപിച്ചു. ഇനി നെക്സ്റ്റ് പോയിട്ട് നോക്കാം. അതൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കില്ലേ, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം. ഓപ്ഷൻസ് വായിക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഓപ്ഷൻ ബി നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് സെന്റർ, ഓപ്ഷൻ സി ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഓപ്ഷൻ ഡി സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അപ്പം ഏതാണ് ഉത്തരം? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. ആരാണ് സ്ഥാപിച്ചത്? വിക്രം സാരാഭായ്. എന്നാണ് സ്ഥാപിച്ചത്? 1947. എവിടെയാണ് സ്ഥാപിച്ചത്? അഹമ്മദാബാദിൽ. അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിട്ട് നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി നമ്മൾ കണ്ടു. ഇനി അടുത്ത പോയിട്ട് നോക്കാം. ഹൃദയസ്തംഭനം മൂലം തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്
വിക്രം സാരാഭായ്. എന്നാണ്? 1971. വിക്രം സാരാഭായ് ജനിച്ചത് എന്നാണ്? 1910 ഓഗസ്റ്റ് 16. 1910 ഓഗസ്റ്റ് 16 വിക്രം സാരാഭായ് ജനിച്ചത്. മരണപ്പെട്ടത് ഹൃദയസ്തംഭനം മൂലം തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ചാണ് 1971. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര സ്ഥാപനം ആരംഭിക്കുന്നത്. ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര സ്ഥാപനം ആരംഭിക്കുന്നത് എന്നാണ്? 1962. ഓക്കെ. എന്തിന് കീഴിലായാണ്? ഇന്ത്യൻ ആണവോർജ വകുപ്പിന് കീഴിലായാണ്. എന്തിന് കീഴിലാണ്? ഇന്ത്യൻ ആണവോർജ വകുപ്പിന് കീഴിലാണ്. ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര സ്ഥാപനം ആരംഭിക്കുന്നത് 1962 ഇന്ത്യൻ ആണവോർജ വകുപ്പിന് കീഴിലായി. നെക്സ്റ്റ് വഴി നോക്കാം. ആദ്യമായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ പേര് എന്താണ്? ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ. എന്താണ്? ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ആദ്യമായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ പേരാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇൻകോസ്പാർ, ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ നാഷണൽ സ്പേസ് റിസർച്ച്. ആദ്യമായി ആരംഭിച്ച സ്ഥാപനം. നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത് 1963. ഇതെല്ലാവർക്കും അറിയാം. 1963 എവിടെയാണ്? തിരുവനന്തപുരം. ഏതാണ്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. എന്താണ്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യമായ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ തുമ്പയിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. TERLS അതാണ് ഷോർട്ട് ഫോം. TERLS. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണം സ്ഥാപിച്ചത് ആരാണ്? വിക്രം സാരാഭായ്. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണം സ്ഥാപിച്ചത് ആരാണ്? വിക്രം സാരാഭായ്. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണത്തിനായി സ്ഥലം നൽകിയത് സെന്റ് മേരീസ് മഗ്ദലീന ചർച്ച്, ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപിക്കാനായി സ്ഥലം നൽകിയത് ആരാണ്? സെന്റ് മേരീസ് മഗ്ദലീന ചർച്ച്, ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഭൂമധ്യരേഖയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ വിക്ഷേപണ കേന്ദ്രമാണ്. ഭൂമധ്യരേഖയുടെ തൊട്ടടുത്തായി, ഏറ്റവും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? തുമ്പ വിക്ഷേപണ കേന്ദ്രം. നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കാം. തുമ്പയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചതെന്നാണ്? 1963 നവംബർ 21. എന്നാണ്? 1963 നവംബർ 21 തുമ്പയിൽ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത്. നെക്സ്റ്റ് പോയിട്ട് നോക്കാം. ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെയാണ്. ഏതാണ്? നൈക്ക് അപ്പാച്ചെ. ആദ്യമായി നിക്ഷേപിച്ച റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. നൈക്ക് അപ്പാച്ചെ അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റാണ്. നൈക്ക് അപ്പാച്ചെ എന്താണ്? അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റാണ്. സൗണ്ടിങ് റോക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റോക്കറ്റാണ് സൗണ്ടിങ് റോക്കറ്റ്. ഓക്കെ. അപ്പം അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റാണ് ഏത്? നൈക്ക് അപ്പാച്ചെ. സൗണ്ടിങ് റോക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഐക്യരാഷ്ട്രയ്ക്ക് സമർപ്പിച്ചത് എന്നാണ്? 1968 ഫെബ്രുവരി 2. 1968 ഫെബ്രുവരി 2 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഐക്യരാഷ്ട്രയ്ക്ക് സമർപ്പിച്ചത്. നെക്സ്റ്റ് വഴി നോക്കാം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഇപ്പോൾ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അടുത്ത പോയി നോക്കാം. ഇന്ത്യയിലെ ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും രൂപീകൃതമായത്. ഇന്ത്യയിലെ ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും രൂപീകൃതമായത് 1972. എന്നാണ്? 1972. നിലവിൽ ISRO പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നിലവിൽ ISRO പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന് കീഴിലായാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച്
ഓർഗനൈസേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇൻകോസ്പാർ. നമ്മൾ പഠിച്ചു ഇൻകോസ്പാർ. ISROയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ഇൻകോസ്പാർ, ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ആദ്യമായി ആരംഭിച്ച സ്ഥാപനമാണ് അല്ലേ? ബഹിരാകാശ ഗവേഷണത്തിനായി ആദ്യമായി സ്ഥാപിച്ച സ്ഥാപനമാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇൻകോസ്പാർ. അത് എന്തിന്റെ മുൻഗാമിയാണ്? ISROയുടെ മുൻഗാമിയാണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-നാണ്. ISROയുടെ ആസ്ഥാന മന്ദിരമാണ് അന്തരീക്ഷ ഭവൻ. എവിടാണ്? ബാംഗ്ലൂർ. അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂർ. ISROയുടെ ആപ്തവാക്യം എന്താണ്? സ്പേസ് ടെക്നോളജി ഫോർ ദി സർവീസ് ഓഫ് മാൻകൈൻഡ്. സ്പേസ് ടെക്നോളജി ഫോർ ദി സർവീസ് ഓഫ് മാൻകൈൻഡ്. സ്പേസ് ടെക്നോളജി ഫോർ സർവീസ് ഓഫ് മാൻകൈൻഡ് ആണ് ISROയുടെ ആപ്തവാക്യം. ആണവോർജത്തിന്റെ ആപ്തവാക്യം എന്തായിരിക്കും? ആണവോർജം രാജ്യത്തിന്റെ സേവനത്തിന്. ആണവോർജം രാജ്യത്തിന്റെ സേവനത്തിന്. അതാണ് ആണവോർജത്തിന്റെ ആപ്തവാക്യം. നമുക്ക് അങ്ങനെ കുറച്ച് ആപ്തവാക്യം നോക്കിയാലോ? DRDOയുടെ ആപ്തവാക്യം എന്താണ്? ബലസ്യമൂലം വിജ്ഞാനം. DRDOയുടെ ആസ്ഥാനം ന്യൂഡൽഹി. DRDOയുടെ ചെയർമാൻ ആരായിരിക്കും? സമീർ വി കമ്മത്ത്. അപ്പൊ ആണവോർജത്തിന്റെ ആപ്തവാക്യം, ആണവോർജം രാജ്യത്തിന്റെ സേവനത്തിന്. ISROയുടെ ആപ്തവാക്യമാണ് സ്പേസ് ടെക്നോളജി ഫോർ ദി സർവീസ് ഓഫ് മാൻകൈൻഡ്. ISROയുടെ സ്ഥാപകനും ആദ്യത്തെ ചെയർമാനും ആരാണ്? വിക്രം സാരാഭായ്. ISROയുടെ സ്ഥാപകനും ആദ്യത്തെ ചെയർമാനുമാണ് വിക്രം സാരാഭായ്. രണ്ടാമത്തെ ചെയർമാൻ ആരായിരിക്കും? രണ്ടാമത്തെ ചെയറാണ് MGK മേനോൻ. രണ്ടാമത്തെ ചെയർമാൻ MGK മേനോൻ. മൂന്നാമത്തത് സതീഷ് ധവാൻ. നാലാമത്തത് UR റാവു. അഞ്ചാമത്തത് കസ്തൂരി രംഗൻ. അഞ്ചാമത്തത് കസ്തൂരി രംഗൻ. ഏറ്റവും കൂടുതൽ ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ. എത്ര വർഷമാണ്? 12 വർഷം. ഏറ്റവും കൂടുതൽ ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തി സതീഷ് ധവാൻ, 12 വർഷം. ഏറ്റവും കുറച്ചു കാലം ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? ശൈലേഷ് നായിക്. 11 ദിവസം. ശൈലേഷ് നായിക് 11 ദിവസം. അതിനുശേഷം വന്ന ആളാണ് AS കിരൺ കുമാർ. അതിനുശേഷമല്ല, പോസ്റ്റിംഗ് ശൈലേഷ് 11 ദിവസമല്ലേ, അത് കഴിഞ്ഞ് വന്ന ആളാണ് AS കിരൺ കുമാർ. പിന്നെ 7ാമത്തെ ചെയർമാനാണ് G മാധവൻ നായർ. 8ാമത്തത് ഡോക്ടർ K രാധാകൃഷ്ണൻ. അൻപത്തിന്റെ ISROയുടെ ചെയർമാനാണ്. ചെയർമാൻമാരെ കുറിച്ചാണ് പറയുന്നത്. 8ാമത്തത് ഡോക്ടർ K രാധാകൃഷ്ണൻ. 9ാമത്തത് ഡോക്ടർ KS ശിവൻ. 10ാമത്തതാണ് S സോമനാഥ്. 11ാമത്തത് V നാരായൺ. ഇപ്പോഴത്തെ ആരാണ്? V നാരായണൻ. എത്രാമത്തെയാണ്? 11ാമത്തെ. എത്രാമത്തെ വ്യക്തിയാണെന്ന് നോക്കുവാണെങ്കിൽ 12ാമത്തെ വ്യക്തിയാണ്. 12ാമത്തെ വ്യക്തിയായ ISRO ചെയർമാനാണ് V നാരായണൻ, ഇപ്പോഴത്തെ ചെയർമാൻ. S സോമനാഥിനെ കുറിച്ച് നോക്കാം. S സോമനാഥാണ് ISROയുടെ പ്രഥമ വിജയ ദൗത്യങ്ങളായ ചന്ദ്രയാൻ 3. S സോമനാഥ് ആരാണ്? ISROയുടെ പ്രഥമ വിജയ ദൗത്യങ്ങളായ ചന്ദ്രയാൻ 3യും ആദിത്യ L1 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാനാണ് S സോമനാഥ്. ഡോക്ടർ KS ശിവനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നു. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ KS ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ KS ശിവൻ. ക്രയോജനിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സംഭാവന നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KS ശിവൻ. ക്രയോജനിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ലോകത്തിലെ 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ക്രയോജനിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഓർബിറ്റലിനെ കൊണ്ടുവന്ന 5ാമത്തെ രാജ്യവും ഇന്ത്യയാണ്. എന്തിനാണ്? ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഓർബിറ്റലിനെ കൊണ്ടുവന്ന 5ാമത്തെ രാജ്യവും ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2019 APJ അബ്ദുൽ കലാം അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KS ശിവൻ. 2019 APJ അബ്ദുൽ കലാം അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ആരാണ്? ഡോക്ടർ KS ശിവനാണ്. തമിഴ്നാട് സർക്കാരാണ് കൊടുക്കുന്നത്. APJ അബ്ദുൽ കലാം അവാർഡ് കൊടുക്കുന്നത് ആരാണ്? തമിഴ്നാട് സർക്കാർ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 2ാമത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നത്
ദിയുവിനും വരാവലിനും ഇടയിലാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നത് ദിയുവിനും വരാവലിനും ഇടയിലാണ്. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 1967 വിക്രം സാരാഭായ് ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ചതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര അധിഷ്ഠിത TV പ്രോഗ്രാമാണ് കൃഷി ദർശൻ. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി വേണ്ടി 1967 വിക്രം സാരാഭായ് ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ചതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രാധിഷ്ഠിത TV പ്രോഗ്രാമാണ് കൃഷി ദർശൻ. ഓക്കെ, കൃഷി ദർശൻ. നെക്സ്റ്റ് നോക്കാം. ബഹിരാകാശ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അവബോധം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി 1969 വിക്രം സാരാഭായ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് സൈറ്റ്, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അവബോധം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി 1969 വിക്രം സാരാഭായ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് സൈറ്റ്, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്. സൈറ്റുമായി സഹകരിച്ച ബഹിരാകാശ ഏജൻസിയാണ് നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് റോസ്കോസ്മോസ്. യൂറോപ്പിൻ്റെത് ESA. ചൈനയുടേത് CNSA. ഇസ്രയേല് ISA. ജപ്പാൻ JAXA. റഷ്യയുടേത് റോസ്കോസ്മോസ്. എല്ലാ രാജ്യത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ച് എസ്സയുടെ കൂടെ ഫസ്റ്റ് ലെറ്റർ ചേർത്താൽ മതി. റഷ്യ ആകുമ്പം റഷ്യയുടെ മാത്രം റഷ്യ റോസ്കോസ്മോസ്, യൂറോപ്പ് ESA, ചൈന CNSA, ഇസ്രായേൽ ISA, ജപ്പാൻ JAXA. അതൊക്കെയാണ് ബഹിരാകാശ ഏജൻസികൾ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപകരണം എന്താണ്? ആര്യഭട്ട. 1975 ഏപ്രിൽ 19 റഷ്യയിലെ ബൈക്കന്നൂരിലാണ് വിക്ഷേപിച്ചത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപകരണമാണ് ആര്യഭട്ട. അപ്പം അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ട് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? നമ്മൾ പഠിച്ചതാണ്. ആരാണ്? സതീഷ് ധവാൻ. ആരാണ്? സതീഷ് ധവാൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, ശൈലേഷ് നായിക്, ഡോക്ടർ K. ശിവൻ. ആരാണ്? സതീഷ് ധവാൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ. നമ്മളത് പഠിച്ചതാണ്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപകരണമാണ് ആര്യഭട്ട. 1975 ഏപ്രിൽ 19 റഷ്യയിലെ ബൈക്കന്നൂരിലാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപകരണം ഏതാണ്? ഭാസ്കര 1 വിക്ഷേപിച്ചത് 1979 ജൂൺ 7 റഷ്യയിലെ ബൈക്കന്നൂരിൽ തന്നെയാണ്. 1979 ജൂൺ 7 റഷ്യയിലെ ബൈക്കന്നൂരിലാണ് ഭാസ്കര 1 വിക്ഷേപിച്ചത്. ഫസ്റ്റ് ആര്യഭട്ട, സെക്കൻഡ് കൃത്രിമ ഉപകരണമാണ്, ആർട്ടിഫിഷ്യൽ ഉപകരണമാണ് എന്ത്? ഭാസ്കര 1. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ സാറ്റലൈറ്റ് ആണ് രോഹിണി 75. രോഹിണി സീരീസിലെ രോഹിണി 75 എന്നാണ്? 1979. എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്ന്. രോഹിണി 75 ഇന്ത്യയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എവിടെയാണ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ. അവിടെ എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഏത് തടാകത്തിന്റെ തീരത്താണ്? പുലിഗഡ് തടാകത്തിന്റെ തീരത്താണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പുലിഗഡ് തടാകത്തിന്റെ തീരത്താണ്. പുലിഗഡ്
സതീഷ് ധവാൻ സ്പേസ് സെന്റർ 100ാമത്തെ ലോഞ്ചിങ് നടന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ 100ാമത്തെ ലോഞ്ചിങ് നടന്ന വാഹനമാണ് NVS-02. NVS-02 2025 ജനുവരി 29. NVS-02 2025 ജനുവരി 29 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 100ാമത്തെ ലോഞ്ചിങ് നടന്നത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 100ാമത്തെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഏതാണ്? NVS-02 സാറ്റലൈറ്റ് ആണ് NVS-02. ഓക്കെ, 2025 ജനുവരി 29. അതിന്റെ ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസാറ്റ് 3DS, എക്സ്പോസാറ്റ്, NVS-02 സ്പേഡെക്സ്. എന്താണ്? NVS-02 ആണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 100ാമത്തെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് NVS-02 2025 ജനുവരി 29. അതൊരു കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും പുതിയ നാവിഗേഷൻ സാറ്റലൈറ്റും ഏതാണ്? NVS-02 ആണ്. ഏറ്റവും പുതിയ നാവിഗേഷൻ സാറ്റലൈറ്റും ഏതാണ്? NVS-02 ആണ്. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-15. GSLV F-15 ആണ് വിക്ഷേപണ വാഹനം. GSLV F-15. ഓക്കെ. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപകരണ വിക്ഷേപണ കേന്ദ്രം നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്ത് കുലശേഖരപുരത്താണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപകരണ വിക്ഷേപണ കേന്ദ്രം നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്തുള്ള കുലശേഖരപുരത്താണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് SLV, സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് SLV, സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ISROയ്ക്ക് പ്രധാനമായും 4 തലമുറയിൽപ്പെട്ട വിക്ഷേപണ വാഹനമുണ്ട്. ISROയ്ക്ക് പ്രധാനമായും 4 തലമുറയിൽപ്പെട്ട വിക്ഷേപണ വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് ജനറേഷനിൽ SLV, സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഫസ്റ്റ് ജനറേഷനിലുള്ളതാണ് SLV. സെക്കൻഡ് ജനറേഷനിലുള്ളതാണ് ASLV, ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. തേർഡ് ജനറേഷനിലുള്ളതാണ് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഫിഫ്ത്ത് ജനറേഷനിലുള്ളതാണ് GSLV, ജിയോ സിങ്ക്രണസ് ലോഞ്ചിങ് വെഹിക്കിൾ. ജിയോസിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ് ഫോർത്ത് ജനറേഷനിലുള്ളത്. ISROയുടെ പുതിയ വിക്ഷേപണ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ISROയുടെ പുതിയ വിക്ഷേപണ വാഹനങ്ങളാണ് SSLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ISROയുടെ പുതിയ വിക്ഷേപണ വാഹനങ്ങളാണ് SSLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. രണ്ടാമതാണ് RLV, എന്താണ്? റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ അല്ലെങ്കിൽ ലോഞ്ചിങ് വെഹിക്കിൾ. അതാണ് RLV. അപ്പം ISROയുടെ 4 ജനറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഫസ്റ്റ് ജനറേഷനിൽ SLV, രണ്ടാമത്തത് ASLV, മൂന്നാമത്തത് PSLV, നാലാമത്തതാണ് GSLV. പുതിയത് ISROയുടെ പുതിയ ലോഞ്ചിങ് വെഹിക്കിളാണ് SLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. രണ്ടാമത്തതാണ് RLV, റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ അല്ലെങ്കിൽ ലോഞ്ചിങ് വെഹിക്കിൾ. അപ്പം അത്രയും മനസ്സിലായല്ലോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ISROയും നാസയും ചേർന്ന് സംയുക്തമായി വിക്ഷേപിച്ച നിസാർ വിക്ഷേപിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹനം. ISROയും നാസയും ചേർന്ന് സംയുക്തമായി വിക്ഷേപിച്ച നിസാർ നിസാർ വിക്ഷേപിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് ഏത്? GSLV F-16. ഓപ്ഷൻസ് നോക്കാം. PSLV C-60, PSLV C-61, GSLV F-15, GSLV F-16. ഏതാണ്? GSLV F-16 ആണ് ISROയും നാസയും ചേർന്ന് സംയുക്തമായി വിക്ഷേപിച്ച നിസാർ വിക്ഷേപിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹനം. ഏതാണ്? GSLV F-16 ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇന്നത്തെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കാണണം, പഠിക്കണം. പിന്നെ ഇത് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കണം. നമുക്ക് ഒരുമിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങാം. ഒരു ഗവൺമെൻറ് ജോലി ഉള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം, ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാം മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.